ഗുഡ് മോർണിംഗ് ബാംഗ്ലൂരു. ഞങ്ങൾ ബാംഗ്ലൂരിലാണ്. ഇന്നലെ ട്രിവാൻഡ്രായിരുന്നു, ഇന്ന് ബാംഗ്ലൂരാണ്. ആൻഡ് 2-3 ഡേയ്സ് ഞങ്ങളിവിടെ എക്സ്പ്ലോർ ചെയ്യാൻ വന്നേക്കാം. അപ്പം ഇനിയുള്ള 2-3 ഡേയ്സ് ഞങ്ങളും ഒപ്പം ഒരു 2-3 ഫ്രണ്ട്സ് ജോയിൻ ചെയ്യാനുണ്ട്. അപ്പം ഞങ്ങൾ 3 പേര്, ഒരു 5-6 പേര് ചേർന്നിട്ടുള്ള ഒരു ഷോർട്ട് ഫൺ ട്രിപ്പായിരിക്കും. ഫുഡ് സ്പോട്സ് പോകണം, പറ്റുന്ന ടൂറിസ്റ്റ് സ്പോട്ട് പോകണം, ഷോപ്പിംഗ് ചെയ്യണം. ഇതൊക്കെയാണ് നമ്മുടെ ആഗ്രഹം. ഇതെൻ്റെ സെക്കൻഡ് ടൈമാണ്, ബാക്കി ഫസ്റ്റ് ടൈം. അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ലെറ്റ്സ് സീ. അങ്ങനെ ബാംഗ്ലൂരെത്തി ഞങ്ങൾ രാവിലെ തന്നെ പോയത് ദ മോസ്റ്റ് ഹൈപ്ഡ് റെസ്റ്റോറൻറ്റ് രാമേശ്വരം കഫേയിലേക്കായിരുന്നു കേട്ടോ. ഒരുപാട് ഗൂഗിൾ റിവ്യൂസ് കണ്ടതിന് ശേഷമാണ് പോയത്. കാണുന്ന പോലെ തന്നെ പുറത്തും അകത്തും നല്ല തിരക്കുണ്ടായിരുന്നു. ഒരുപാട് നേരം ടോക്കൺ ഇട്ട് വെയിറ്റ് ചെയ്തിട്ടായിട്ടോ ഞങ്ങളുടെ ഓർഡർ വന്നത്. ഞങ്ങൾ ഓർഡർ ചെയ്തത് ഗീ പൊടി ഇഡ്ഡലിയും ഓപ്പൺ ബട്ടർ മസാല ദോശയും ആയിരുന്നു. പറയാതിരിക്കാൻ വയ്യ, ടേസ്റ്റ് വർത്തിയായിരുന്നു. ബാംഗ്ലൂർ ചുറ്റിപ്പാക്കലാമാ. ഞങ്ങൾ നേരെ പോയത് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലേക്കായിരുന്നു. ഒരു 10:30 ടൈമിൽ റീച്ച് ചെയ്തതുകൊണ്ട് എല്ലാ കടയും ഒന്നും ഓപ്പൺ ആയിട്ടില്ല, ഓപ്പണായി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ മാക്സിമം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നിടത്തൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. കുഞ്ഞു കുഞ്ഞു ഡിസൈൻസൊക്കെ ഭയങ്കര ഡിഫറെൻറ്റ് പാറ്റേണിലൊക്കെ നമ്മൾ കമ്മലും വളയും ഒക്കെ കണ്ടിരുന്നു. ഇഷ്ടപ്പെട്ടതൊക്കെ മേടിക്കാൻ പറ്റി. കമ്പാരിറ്റീവ്ലി അഫോർഡബിൾ എന്ന് പറയാം, എന്നാലും ഭയങ്കര റേഞ്ച് വ്യത്യാസമൊന്നും തോന്നിയിരുന്നില്ല. പിന്നെ ഞങ്ങൾ പോയത് കോലാപ്പൂരി ഷൂസ് അവിടെ ഫേമസ് ആയിട്ട് പറഞ്ഞു ആ ഏരിയയിൽ. അപ്പോൾ അത് നോക്കാനായിട്ട് പോയി. പക്ഷേ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതൊന്നും കിട്ടിയില്ല. അതിൻ്റെ ക്ഷീണം മാറ്റി ഞങ്ങൾ നേരെ ഇളനീര് കുടിച്ചു. ഗുഡ് ക്വാളിറ്റി. ഓക്കേ. അപ്പോൾ നമ്മൾ അബിയുടെ ഫേസ് ലിറ്റിലാണ് വന്നിരിക്കുന്നത്. അബി ഇവിടുത്തെ കോസ്മെറ്റോളജി ഡോക്ടറാണ്. ആൻഡ് എല്ലാ രീതിയിലുമുള്ള ആയുർവേദ കോസ്മെറ്റോളജി റിലേറ്റഡ് ആയിട്ടുള്ളതിനൊക്കെ അബീനെ സമീപിക്കാം. അപ്പോൾ ലൊക്കേഷൻ വേണ്ടവർ കമൻറ്റ് ബിലോ. ഇനി കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കാം, ഒന്ന് ഷോപ്പിംഗ് ചെയ്ത് അങ്ങനെ ഒന്ന് അലഞ്ഞതിൻ്റെതുണ്ട്. ആൻഡ് ആഫ്റ്റർനൂൺ നമ്മൾ വേറെ വേറെ സ്പോട്ടിൽ പോകും. ഓക്കെ, നിനക്ക് ഞാൻ പ്രൊമോഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലൊക്കേഷൻ വേണ്ടവർ കമൻറ്റ് ബിലോ. ഗൈസ്, ഇതാണ് കേട്ടോ നമ്മുടെ സ്വന്തം അബി വർക്ക് ചെയ്യുന്ന ക്ലിനിക്ക് ഇതാണ്. അപ്പോൾ അബീനെ നമ്മളിവിടെ വന്നാണ് മീറ്റ് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കൊണ്ടുപോകും, അത് വേറെ കാര്യം. ഇപ്പോൾ തിരക്കിലാണ്. നമുക്ക് കാണാം. ഞങ്ങൾ വിരാട് കോഹ്ലി സ്പെഷ്യലായിട്ടുള്ള കോർണർ ഹൗസിലേക്ക് പോവാണ് ഫോർ ഐസ്ക്രീം. അബി സജസ്റ്റ് ചെയ്തിട്ടാട്ടോ ഞങ്ങൾ കോർണർ ഹൗസിലെത്തിയത്. അപ്പോൾ ഇവിടെ മോസ്റ്റ് ഫേമസ് ആയിട്ട് പറഞ്ഞത് ഡെത്ത് ബൈ ചോക്ലേറ്റ് ആയിരുന്നു. സോ ഞങ്ങൾ വേറെ ഒന്നും നോക്കാൻ നിന്നില്ല, അത് തന്നെ വാങ്ങി വന്നു. പാഴ്സലും മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഗൈസ്, ഇത് ഫസ്റ്റ് ഡേ ഒരു ഈവനിങ് ആകുമ്പോഴേക്കും ട്രാവലിംഗ് കോ പാർട്ണർ തളർന്ന് വീണിരിക്കും. കുറച്ചുകൂടെ ഒന്ന് ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റൊക്കെ കഴിഞ്ഞാൽ ഷി വിൽ ബി ഓക്കെ അല്ലേ? ഹൗ വാസ് ബാംഗ്ലൂർ ബാഗി ഫോർ ദ ഫസ്റ്റ് ഡേ? ഗൈസ്, മഴ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നതിനെ കണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? അതെ, ബാംഗ്ലൂർ മൊത്തം മഴ ആസ്വദിക്കുകയാണ്. അപ്പം ഞാൻ അറിയില്ല, നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത് റെഡി ആയിട്ട് പുറത്ത് പോവുകയാണ്. ആൻഡ് സാരല്ല, ഇങ്ങനെയൊക്കെ ഇറ്റ് ഹാപ്പൻസ്. കൂടെ വന്ന ആൾ ക്ഷീണിച്ച് ഉറങ്ങിപ്പോയി. ഇനി മെല്ലെ നമുക്ക് നോക്കാം. ആൻഡ് ഇവരുടെ ഈ ഫ്ലാറ്റിൻ്റെ ടെറസ് കണ്ട് നോക്കാം നമുക്ക്. അബി എപ്പോഴും പോയിട്ട് റീല് ചെയ്യുന്നതും പിന്നെ എന്താ ഫ്രീ ടൈം പോയി നോക്കുന്നതൊക്കെ ടെറസിൽ. നമുക്ക് ടെറസ് കാണാം. ഇതാണ് നമ്മളാ കാണാറുള്ള ടെറസ്. ഹായ്, നല്ല മഴ. അങ്ങ് കേരളത്തൂന്ന് വന്നേക്കാണ് മഴ കൊള്ളാനായിട്ട്. കൊള്ളാം, പക്ഷെ നല്ല ഫോൺ താഴെ പോയാൽ കോമഡി ആയിരിക്കും അല്ലേ? പക്ഷെ കൊള്ളാം, നമ്മൾ അത്യാവശ്യം നല്ല ഹൈറ്റില്ല ഒക്കെ വെച്ച് നോക്കുമ്പോൾ അല്ലേ, ഭയങ്കര ഹൈറ്റില്ല. ഹായ്, ഓക്കെ. അപ്പോൾ
ഗുഡ് ഈവനിങ് ബാംഗ്ലൂർ. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഒരു റിയൂണിയൻ ആണ് ശരിക്കും പ്ലാൻ ചെയ്തേക്കുന്നത്. ബാംഗ്ലൂർ ചില്ലിങ് ഉൾപ്പെടെ ഒരു റിയൂണിയൻ. നല്ല മഴ പുറത്തുണ്ട്. ഓക്കെ, എല്ലാവരും എൻജോയ് ചെയ്യട്ടെ. അക്സായി വ്ലോഗ്സ് പറ്റുന്നവരൊക്കെ കാണട്ടെ. അപ്പോൾ നമ്മളെല്ലാവരും UG വാച്ചോ ക്യാമറ വാം. ഓക്കെ, നമ്മളെല്ലാവരും UG ബാച്ച്മേറ്റ്സ് ആണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഹൗസിയൊക്കെ കഴിഞ്ഞ് പോയി ജോലിയും പഠിത്തമൊക്കെ ആയിട്ട് ഇപ്പോഴാണ് നമ്മുടെ റിയൂണിയൻ നടക്കുന്നത്. സോ ഐ ആം സോ ഹാപ്പി. നിങ്ങൾക്കോ? സോ ഞങ്ങള് മല്ലേശ്വരത്ത് പോയിട്ട് ബാക്കി വിശേഷങ്ങളുണ്ട്. ബൈ. മല്ലേശ്വരം ഈസ് ഫേമസ് ഫോർ സൗത്ത് ഇന്ത്യൻ കൾച്ചറൽ ഹെറിറ്റേജ്. ഒരുപാട് ട്രഡീഷണൽ ആയിട്ടുള്ള ടെമ്പിൾസ് നമുക്ക് അവിടെ കാണാൻ പറ്റും. പക്ഷെ ഞങ്ങൾ നല്ല മഴയൊക്കെ കഴിഞ്ഞ് അവിടെ എത്തിയപ്പോഴേക്കും കുറച്ച് ലേറ്റായി. സോ ടെമ്പിൾ സൈഡൊക്കെ ക്ലോസ്ഡ് ആയിരുന്നു, പുറത്തുനിന്നേ കാണാൻ പറ്റിയിട്ടുള്ളൂ. പക്ഷേ അവിടെയും നല്ലപോലെ സ്ട്രീറ്റ് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. നമുക്കതാണല്ലോ മെയിൻ. നമുക്ക് ചുരിദാർ, കോഡ് സെറ്റ്, കുർത്ത ഓൺലി ഒക്കെ നല്ല ഓഫറിലും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും മേടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അവിടുന്ന്. പിന്നീട് കുറേ കാണാൻ പറ്റിയത് ജുവലറീസ് ആയിരുന്നു. അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട്, നമുക്കത് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. അത്രയധികം കളക്ഷൻസ് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ സ്ട്രീറ്റ് ഫുൾ ഓഫ് മുല്ലപ്പൂ ആയിരുന്നു കേട്ടോ. ഒരുപാട് പേരിരുന്നിട്ട് ഇതേപോലെ ഭംഗിയായിട്ട് മുല്ലപ്പൂ കെട്ടി വെക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മള് അപ്പൊ നമ്മള് ശരിക്കും മല്ലേശ്വരം ഷോപ്പിങ്ങിന്റെ കേറി നടുക്ക് നിൽക്കും. ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് പോവാൻ പറ്റും. നമ്മള് ഡ്രസ്സൊക്കെ നോക്കി ഒരു വഴിയായി എന്ന് വേണം പറയാൻ. കാര്യം നമുക്ക് കുറെ അധികം സാധനങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട്, അത് പ്രശ്നമാണ്. പക്ഷെ ജോല കിറ്റി അപ്പോഴേക്കും വന്നത് എന്തിനാ മാല വാങ്ങാൻ. അപ്പോഴും ജുവലറി പക്ഷെ അത്യാവശ്യം കളക്ഷൻസ് ഉണ്ട് കേട്ടോ. എന്തായിട്ട് ഇപ്പൊ കണ്ടുപിടിച്ചേ? നമുക്ക് എല്ലാവർക്കും അത്യാവശ്യം ലേഡീസിനും എന്തായാലും വേണ്ട സാധനങ്ങളാണ് കേട്ടോ. ഇത് ട്രെൻഡിങ് ആണ് കേട്ടോ. അത്യാവശ്യം നമുക്ക് അഫോർഡബിൾ ആണ്, എല്ലാം ഇവിടെ പിക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോഴത്തെ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാവരുടെയും കയ്യില് ഉണ്ടോ? പൊക്കി കാണിക്ക്. അയ്യോടാ, നമ്മൾ ഓൾമോസ്റ്റ് ഷോപ്പിംഗിലാണ്. ഇനി ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഫസ്റ്റ് ഡേ ഓഫ് ബാംഗ്ലൂർ ക്ലോസ് ചെയ്യാൻ പോവാണ്. സൂണസ് എന്റെ അബിയുടെ വിഷമം എന്താ? എല്ലാരും ട്രോളുന്നുണ്ട്. എന്താ വിഷമം? ഗ്രൂപ്പ് ഫോട്ടോയില് ശരിയാവുന്നില്ല. അങ്ങനെയൊക്കെയാണ് പറയുന്നത്. നമ്മളിപ്പോ എന്ത് ചെയ്യാൻ പറ്റും അല്ലേ, മാനുഫാക്ചർ. അങ്ങനെ ഞങ്ങള് ഒരു കോഫി കുടിച്ചുകൊണ്ട് നിർത്താന്ന് വിചാരിക്കുന്നുണ്ട്. ഇല്ല, കോഫി പൗഡർ തീർന്നോന്നാ? കോഫി മണം മാത്രമേ ഉള്ളൂ. കോഫി ക്ലോസ്. അപ്പൊ കഴിക്കുന്നതിനോടൊപ്പം കോഫി കിട്ടുമോ നോക്കാം. ഓക്കെ. ആസ് ഐ സ്റ്റാർട്ട് ഇൻ ദ ബിഗിനിങ്, നമ്മളെല്ലാവരും UG മേറ്റ്സ് ആണ്. അപ്പോൾ കണ്ടിട്ട് തന്നെ ഏകദേശം ഒരു 3 വർഷത്തിലേറെ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒത്തിരി സന്തോഷമുണ്ട്. ഒരുപാട് കാര്യങ്ങൾ വർക്കിൻ്റെ ആണെങ്കിലും സ്റ്റഡീസിൻ്റെ ആണെങ്കിലും എല്ലാം ഷെയർ ചെയ്യാനുണ്ടായിരുന്നു. നമുക്ക് ഇരിക്കുന്ന സ്ഥലങ്ങളൊക്കെ സമയം പോകുന്നതേ അറിയുന്നുണ്ടായിരുന്നില്ല. അത്രയ്ക്ക് ഫൺ മൊമെൻറ്റ്സ് ആയിരുന്നു. അപ്പോൾ ഷോപ്പിംഗ് ആണെങ്കിലും ഫുഡിങ് ആണെങ്കിലും ഇതൊക്കെ തന്നെയായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഡേയിലെ മെയിൻ പരിപാടികൾ. ഞങ്ങൾ എവിടെയാണോ നിർത്തിവെച്ചത് അവിടെ നിന്ന് തുടങ്ങിയതുപോലെയായിരുന്നു ഈ ട്രിപ്പിൻ്റെ ഒരു പോകുന്നത്. ഇത് ഫുഡൊക്കെ കഴിച്ച് ഒരുപാട് നേരം സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ റൂമിലേക്ക് പോയി. സോ സീ യു ഇൻ നെക്സ്റ്റ് എപ്പിസോഡ്. ബൈ.